ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധരാധേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്ര വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. രാധേ രാധേ രാധേ. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ തൃപ്പുകയെക്കുറിച്ച് ഞാനെന്ന് പറയാം. തൃപ്പുകയെന്ന് വെച്ചാൽ വൈകുന്നേരം രാത്രിത്തെ അത്താഴ പൂജയ്ക്ക് കഴിഞ്ഞിട്ട് അത്താഴ ശിവേലി ഉണ്ടാവുമല്ലോ, ഭഗവാനെ പുറത്ത് എഴുന്നള്ളിക്കുന്ന ആ ശിവേലി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭഗവാനെ പള്ളിയറയിലോട്ട് ഉറങ്ങാനായിട്ട് എടുക്കും. അപ്പോൾ 8 കൂട്ടം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ഒന്ന് പുകച്ച് ആ പുകയുടെ ആ ഒരു സുഗന്ധം അവിടേക്ക് ഭഗവാന് നിറയും. അപ്പം അതിൽ നിന്ന് ആ ഒരു കൊടി വിളക്കിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നെയ്യ് നമ്മൾക്ക് ഭക്തർക്ക് പുറത്ത് കൊണ്ട് തരുന്നുണ്ട്. അവിടുത്തെ ശാന്തിമാർ പുറത്ത് കൊണ്ട് തരുന്നുണ്ട്. നമ്മൾ എവിടെയെന്ന് വെച്ചാൽ ആ തുലാഭാരത്തിൻ്റെ ഭാഗത്താണ് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഒരു തുള്ളി നെയ്യാണ് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ 10-11 മണി വരെ അമ്പലത്തിനകത്ത് ചുറ്റമ്പലത്തിനകത്ത് നിന്നാൽ മാത്രമേ നമ്മൾക്ക് ആ നെയ്യ് സേവിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ആ നെയ്യ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും ബുദ്ധിക്കൊക്കെ ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. ആ നെയ്യ് കിട്ടുന്നത് ഭാഗ്യമാണ്. അപ്പം നമ്മൾ അത്ര വനന്നാൽ മാത്രമേ തൃപ്പുക നമ്മൾക്ക് ആ ഭഗവാനെ കണ്ടു തൊഴുത് നമുക്ക് തൃപ്പുക കിട്ടുകയുള്ളൂ. പിന്നെ ഓലവായന എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ അന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള ആ കണക്കുകളൊക്കെ എഴുതി, വരവ് ചിലവ് കണക്കുകളൊക്കെ എഴുതി ബോധ്യപ്പെടുത്തുന്നതാണ് ഓലവായന. അത് ഭഗവാൻ ഉൾപ്പെടെ എല്ലാവരെയും വായിച്ച് ഭഗവാന് കേൾക്കണ്ടേ. കാരണം അന്നുള്ള കാര്യങ്ങളൊക്കെ ചിലവാക്കിയത് ഭഗവാന് കേൾക്കണമല്ലോ. അപ്പം അതാണ് ഓലവായന എന്ന് പറയുന്നത്. അപ്പോൾ തൃപ്പുകയും ഓലവായനയും എന്ന് പറയുന്നത് ഇതാണ്. എനിക്കറിയാവുന്നതാണ്, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്, അതെൻ്റെ മഹാഭാഗ്യമുണ്ട്. അപ്പോൾ ശിവിയിലെ കഴിവതും അത്താഴ ശിവിയിലേക്ക് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. അടുത്ത കൃഷ്ണാട്ടത്തെക്കുറിച്ച് പറയാനൊരു വീഡിയോ ആയിട്ട് വരാം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധരാധേ. കൃഷ്ണം വന്ദേ കൃഷ്ണം.